ഫുക്രിയിലേക്ക് സ്വാഗതം. ബ്രസീലിൻ്റെ സൂപ്പർ താരം നെയ്മർ എന്നിറങ്ങും, ഈ ലോകകപ്പിൽ അടുത്ത കളിയിൽ ഇറങ്ങുമോ എന്നൊക്കെ വലിയ ആകാംക്ഷയിലാണ് ആരാധകർ. നെയ്മറെ കുറിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ എന്താണ് എന്നറിയാൻ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നെയ്മറെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിപ്പോർട്ടിൽ പറയുന്നത് നെയ്മറെ ഏറ്റവും പുതുതായി ഒരു ടെസ്റ്റ് കൂടി നടത്തി. ആ ടെസ്റ്റിൻ്റെ റിസൾട്ടുകളെല്ലാം മെഡിക്കൽ സംഘത്തിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ആശങ്കയ്ക്ക് വകയൊന്നുമില്ല. അദ്ദേഹം പ്രോഗ്രസീവായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ പുരോഗതി ഉണ്ട് കാര്യങ്ങളിൽ. എന്നാൽ ഈ ആഴ്ച തന്നെ അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ച തന്നെ അദ്ദേഹത്തിന് പരിശീലനത്തിന് ഇറങ്ങാൻ കഴിയും. അതിനർത്ഥം ഹെയ്ത്തിക്കെതിരായ മത്സരത്തിൽ കളിക്കും എന്നല്ല എന്നുകൂടി ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ESPN ബ്രസീൽ ഒരു റിപ്പോർട്ട് അവരുടെ ഉണ്ടായിരുന്നു. അതായത് നെയ്മറെ നോക്കൗട്ട് സ്റ്റേജിലേക്കാണ് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മെഡിക്കൽ സംഘം പറഞ്ഞതായുള്ള ESPN ബ്രസീലിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. അതായത് ഗ്രൂപ്പ് ഘട്ടത്തിൽ അടുത്ത മത്സരം ഹെയ്ത്തി, അതിനടുത്ത മത്സരം സ്കോട്ട്ലൻഡ്. ഈ രണ്ട് മത്സരങ്ങളിലും നെയ്മർ ഉണ്ടാകാൻ സാധ്യതയില്ല. മറിച്ച് നോക്കൗട്ട് സ്റ്റേജിലേക്ക് പോകുമ്പോൾ, അടുത്ത റൗണ്ടിൽ നോക്കൗട്ട് സ്റ്റേജുകളിലേക്ക് പോകുമ്പോഴേക്കും നെയ്മർ എല്ലാ അർത്ഥത്തിനും റെഡിയാകും എന്ന് തന്നെയാണ് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തത്. അതിനൊപ്പം തന്നെയാണ് ഇന്ന് വന്ന ഈ റിപ്പോർട്ട്. അദ്ദേഹം പുതിയ ടെസ്റ്റ് നടത്തി, MRI സ്കാനിങ് ഒക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് മെഡിക്കൽ സംഘത്തിൻ്റെ കയ്യിലുണ്ട്. അവരത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക സ്റ്റേറ്റ്മെൻറ്റ് പ്രസ്താവന ഇറക്കിയിട്ടില്ല. അത് അവർ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഈ റിപ്പോർട്ട് കൃത്യമായി പഠിച്ച ശേഷം അദ്ദേഹം എന്ന് ട്രെയിനിങ്ങിന് ഇറങ്ങണം, എന്ന് പരിശീലനത്തിന് ഇറങ്ങണം, എപ്പോൾ മുതൽ പരിശീലനത്തിന് ഇറങ്ങണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കും. 3 ആഴ്ചയായി നെയ്മർ വിശ്രമത്തിലാണ്. പരിക്ക് സാൻഡോസിന് വേണ്ടി കളിക്കുമ്പോൾ, ബ്രസീൽ ക്ലബ്ബായ സാൻഡോസിന് വേണ്ടി കളിക്കുമ്പോൾ ഏറ്റ പരിക്ക് 3 ആഴ്ചയായി അദ്ദേഹം വിശ്രമത്തിലാണ്. ഇനി എന്ന് പരിശീലനത്തിന് ഇറങ്ങാം, മിക്കവാറും ഈ ആഴ്ച തന്നെ പരിശീലനത്തിന് ഇറങ്ങും എന്നൊരു റിപ്പോർട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഹെയ്ത്തിക്കെതിരെ ഒന്ന് കളിപ്പിച്ച് ഒന്ന് പരീക്ഷിച്ചേക്കാം, കുറച്ച് മിനിറ്റുകൾക്കെങ്കിലും. പക്ഷെ അത് ഉറപ്പില്ല. അതിനുള്ള സാധ്യത വളരെ കമ്മിയാണ്. മറിച്ച് അടുത്ത 2 കളിയും, ഹെയ്ത്തിക്കും സ്കോട്ട്ലൻഡിനും എതിരെയുള്ള കളികൾ ഒഴിവാക്കി ഗ്രൂപ്പ് ഘട്ടം കഴിഞ്ഞ് നോക്കൗട്ട് സ്റ്റേജിൽ അദ്ദേഹത്തെ കളിപ്പിക്കാനായിരിക്കും എല്ലാ സാധ്യതയും. എന്തായാലും ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിന് ആശങ്കകളൊന്നുമില്ല, മെഡിക്കൽ റിപ്പോർട്ടുകളൊന്നും ആശങ്കയൊന്നുമില്ല. അദ്ദേഹം പുരോഗതി പ്രാപിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബ്രസീൽ നോക്കൗട്ടിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മിക്കവാറും നെയ്മറെ നോക്കൗട്ടിലാകാം നമ്മൾ കാണുന്നത്. എന്തായാലും വളരെ പ്രതീക്ഷാ നിർഭരമാണ് നെയ്മറുടെ കാര്യം എന്നതിൽ സംശയമില്ല എന്ന് മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും, ബ്രസീലിലെ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അദ്ദേഹത്തിന് എന്താണോ ചെയ്യേണ്ടത് അതായിരിക്കും മെഡിക്കൽ സംഘം ചെയ്യുക എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ആരാധകർ ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല, ആകാംക്ഷ വേണ്ട. ഇക്കാര്യത്തിൽ നെയ്മർ തീർച്ചയായിട്ടും ഈ ലോകകപ്പ് കളിക്കും.